കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് കുരു ഉണ്ടാകുന്നു, കൺകുരു. അതുപോലെ തന്നെ കണ്ണിൽ ഭയങ്കര അസ്വസ്ഥത, ചൊറിച്ചിൽ, കണ്ണിൽ മണൽ വാരിയിട്ട പോലെ തോന്നുന്നു. ഇത് പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിലൊരു കാരണത്തിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ കൺപീലികളുടെ ഇടയിൽ ചെറിയ ഓപ്പണിങ്ങുകളുണ്ട്. ഈ ഓപ്പണിങ്ങുകളിലൂടെ ഒരു ഓയിലി സെക്രീഷൻ നമ്മുടെ കണ്ണിലേക്ക് എത്തും. ആ ഓയിലി സെക്രീഷനാണ് കണ്ണിനൊരു ലൂബ്രിക്കേഷൻ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. പല ആളുകളിലും ഈ ഓപ്പണിങ്, ആ കൺപീലിയുടെ ഇടയിലുള്ള ഓപ്പണിങ് അടഞ്ഞു പോകാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. സ്ത്രീകളിൽ സ്ഥിരമായിട്ട് മേക്കപ്പ് ഇടുന്ന ആളുകളിൽ, അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് പൊടി അടിച്ച് കയറാം, പ്രായം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഓപ്പണിങ്ങുകൾ അടഞ്ഞു പോകുന്ന സമയത്ത് ഈ ഓയിലി സെക്രീഷൻ നമ്മുടെ കണ്ണിലേക്ക് എത്തില്ല. അങ്ങനെ റെഗുലറായിട്ട് ഐസ് ടൈ, കണ്ണിൽ കുരുവുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഓയിലി സെക്രീഷൻ കണ്ണിലേക്ക് എത്താത്തത് കൊണ്ട് മോയ്സ്ചർ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണിൽ അസ്വസ്ഥതകളും ഉണ്ടാവാം. ഇതെങ്ങനെ പരിഹരിക്കാം? ഇതുപോലുള്ളൊരു ബഡ്സ് എടുക്കുക. ഇത് കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പിട്ട് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഈ ബഡ് മുക്കിയതിന് ശേഷം നമ്മുടെ കൺപീലിയുടെ മുകളിലൂടെ ആ ഇടയിൽ, കൺപീലിയുടെ ഇടയിലുള്ള ആ ഭാഗങ്ങളിൽ ചൂട് വെച്ച് കൊടുക്കുക. ഓർക്കുക, ചെറു ചൂടായിരിക്കണം, ഒരു ലൂക്ക് വാം, നല്ല ചൂടായിരിക്കരുത്, ചെറു ചൂട്, ഇളം ചൂട്. ഈ രീതിയിൽ ഒരു 5-10 മിനിറ്റ് ആ രണ്ട് കണ്ണിൻ്റെയും കൺപീലികളുടെ ഇടയിലൂടെ ഒന്ന് ചൂട് വെച്ച് കൊടുക്കുക. ഇതെല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങളൊരു ഒപ്താൽമോളജിസ്റ്റിനെ കണ്ട് ഇതൊന്ന് ഉറപ്പിക്കുക, ഈ പ്രശ്നം കൊണ്ടാണ് ഈ കൺകുരുവും കണ്ണിലെ ഡിസ്കംഫർട്ടും ഉള്ളതെന്ന്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് തന്നെ നമ്മൾ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആയുർവേദത്തിൽ നേത്രധാര പോലുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. പക്ഷെ അത്ര സിവിയർ അല്ലാത്ത കണ്ടീഷൻസിൽ ഇത് മതിയാകും. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്, ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.